ഒന്ന് റാബിസ് ആണ് ഇത് മുഴുവൻ കടിച്ചതെന്ന് പറയുന്നതിൽ അത് അതിനും അദ്ദേഹത്തിന്റെ കയ്യിൽ കണക്കുകളൊന്നുമില്ല. അതായത് ഈ കടിച്ച എല്ലാവർക്കും ഈ കടിയേറ്റ എല്ലാവർക്കും റാബിസ് വരാനുള്ള സാധ്യത പോലും ഇല്ല. നമ്മൾ മുൻകരുതലായിട്ടാണ് പലപ്പോഴും ഇഞ്ചക്ഷൻ എടുക്കുന്നത്. നമുക്ക് ഈ എല്ലാ റാബിസ് വന്നതും അഗ്രസീവ് ആവണമെന്ന് പോലും ഇല്ല. നമുക്കറിയാം ശാസ്ത്രീയമായിട്ട്. അങ്ങനെയല്ലാതെ റാബിസ് ലക്ഷണങ്ങളുള്ള നായകളും ഉണ്ടാവും. അപ്പോൾ ഈ നായകൾ കടിച്ചത് മുഴുവൻ റാബീസ് ഉള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റാബീസ് വന്ന നായകളെല്ലാം മരിക്കേണ്ടതാണല്ലോ ഏറ്റവും കുറഞ്ഞത്. അത്രയധികം നായകൾ ഇവിടെ മരിച്ചു വീണതായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടുമില്ല. ഇത്രയധികം കേസുകൾ ഇവിടെ ഉണ്ടായപ്പോൾ. അതുകൊണ്ട് തന്നെ അത് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടാമത്തത്, നായ കടിച്ചിട്ട് റാബീസ് വരിക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ മുന്നിലുള്ളത്. പലതരത്തിലുള്ള, അതായത് ഈ വാഹനാപകടങ്ങൾ വളരെ കൂടുതൽ ഉണ്ടായത്, കടി കൊണ്ടിട്ട് അതായത് വണ്ടികളിൽ നിന്ന് വീണിട്ടുള്ളത്, ഭയന്നിട്ടുള്ളത്. അതുപോലും ഭയന്നിട്ട് ഒരു കുട്ടി ഓടിയിട്ട് കുട്ടിക്ക് വീണാൽ പോലും നമ്മൾ പറയാൻ അത് നമ്മൾ അഡ്രസ് ചെയ്തല്ലേ പറ്റുള്ളൂ. പ്രായമായവരുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ട്രോമകൾ, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതൊരു സാധാരണമായിട്ടുള്ള ഒരു മനുഷ്യ ജീവിതം സാധാരണക്കാരായ ആൾക്ക്, അതായത് അല്ലാതെ വളരെ പ്രിവിലേജുകളുള്ള വണ്ടികളിൽ പോകുന്ന, കാറുകളിൽ പോകുന്ന അങ്ങനെയുള്ളവർക്ക് ഇത് വലിയ വിഷയമായിട്ട് ഒരിക്കലും വരാറില്ല. സാധാരണക്കാരായിട്ട് അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് പോകുന്ന സാധാരണ മനുഷ്യരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു വിഷയത്തിൽ നമ്മൾ ഇത്രയും കാലമായിട്ടും എടുത്തിരിക്കുന്ന നിലപാടുകൾ ഈ വളരെ എലീറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിന്റെ നേരിട്ടുള്ള അനുഭവങ്ങൾ ഇല്ലാതെ കൊണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തത്, ഞാൻ ഇപ്പോഴും ഈ പറഞ്ഞ നിയമങ്ങളിലോ ഏതെങ്കിലും വിധത്തിൽ ഇത് വളരെ സുഖകരമായിട്ട് നമുക്ക് ഈ നായ പ്രശ്നം തീർക്കാൻ പറ്റുമെന്നുള്ള ഒരു ശുഭ വിശ്വാസം എനിക്കില്ല. അതായത് നൂറുകണക്കിന് ആൾക്കാർ ഇത്തരത്തിലുള്ള ഈ നായ സ്നേഹം കൊണ്ട് തന്നെ ഈ ഒരു ഇത് നടപ്പിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ, അതായത് അവരുടെ ആത്യന്തികമായിട്ടുള്ള ആഗ്രഹം അതുപോലും അല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളിപ്പോ ABC ആണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് പറയുന്നു. അതെ, നമ്മൾ നായകളെ കൊല്ലുന്നത് ശരിയല്ല. ഒരു വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ജന്തു സ്നേഹം എന്ന് പറയുന്നത് വളരെ പ്രധാനം തന്നെയാണ്. നമ്മളെ ലോകം മുഴുവൻ വീക്ഷിക്കുമ്പോൾ എല്ലാ നായകളെയും തലകടിച്ചു കൊല്ലുന്ന ഒരു വളരെ വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ജനതയായിട്ടൊന്നും നമ്മൾ തുടരേണ്ട കാര്യമില്ല. അതേസമയം ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ ഇങ്ങനെ കടിച്ചു കൊല്ലുമ്പോൾ അത് നോക്കി നിൽക്കാൻ ഒരു ഗവൺമെന്റിന് പറ്റുകയും ചെയ്യില്ല. അപ്പോഴും നമുക്ക് ചെയ്യാവുന്നത് ABC ആണ് നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഒരു സാധനം. പക്ഷെ അത് എത്രമാത്രം അപ്രായോഗികമാണ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴും പറയും എല്ലാ സ്ഥലത്തും തുടങ്ങിയില്ല. തുടങ്ങാൻ പറ്റാത്തത്ര അപ്രായോഗികമായിരുന്നു അത് എന്നാണ് എന്റെ അറിവ്. എന്റെ നാട്ടിൽ തന്നെ ഒരു ABC സെന്റർ നടക്കുന്നതാണ്. കണ്ണൂർ ജില്ലയിൽ ഇവ ഏറ്റവും മികച്ച രീതിയിൽ നടക്കുന്ന എന്റെ നാട്ടിലാണ് നടക്കുന്നത്. ഇന്ന് രാവിലെ എന്നെ നായ ഓടിച്ചു. ഞാൻ രാവിലെ സൈക്കിളിനും പോയപ്പോ അതിനൊന്നും ഈ പേയുള്ളതൊന്നും അല്ല, എനിക്കറിയാം. അത് നായകളുടെ ഒരു പൊതു സ്വഭാവമാണ്. അവരുടെ ഒരു ഈ പാക്കായിട്ട് അവര് രാവിലെ നിൽക്കുമ്പോൾ ഒരാളെ കാണുമ്പോൾ ഓടിക്കുക എന്നുള്ളത് പല നായകളുടെ സ്വഭാവം. ഞാൻ വീഴാത്തത് എനിക്ക് അതായത് ആ കടിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സൈക്കിൾ ഓടിച്ചു പോയോണ്ടാ. അപ്പം പലപ്പോഴും ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു പരിഹാരം എന്ന് പറയുന്നത്, ഇത്രയധികം ലക്ഷക്കണക്കിന് നായകൾ ഇപ്പോഴുണ്ട്. നമുക്കിനി എണ്ണം കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഇവയുടെ വന്ധ്യതരത്തെ പറ്റി സംസാരിക്കുന്നത്. അല്ലാതെ ഇനി ഇതിനെ ചെയ്തുകൊണ്ട് അവ കടിക്കാതിരിക്കുകയോ ഒന്നുമില്ല. നിലവിലുള്ള പ്രശ്നങ്ങൾ ഒന്നും തീർക്കാൻ പോകുന്നില്ല. നമുക്ക് പതുക്കെയെങ്കിലും ഇവയുടെ എണ്ണം, നിലവിലുള്ള നായകളുടെ എണ്ണം ഈ ഒരു പ്രോഗ്രഷനിലേക്ക് അങ്ങോട്ട് പോകുന്നത് കുറച്ചുകൊണ്ട് ഒരു 10 വർഷം കൊണ്ടെങ്കിലും നായകളുടെ എണ്ണം കുറക്കുക. 10 വർഷം കൊണ്ടെങ്കിലും കുറക്കുക എന്നുള്ളത് മാത്രമാണ് ABC കൊണ്ട് നടക്കാൻ പോകുന്നത്. അതും എങ്ങനെ നടന്നെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ എല്ലാ ജില്ലകളിലും വളരെ കാര്യക്ഷമമായിട്ട് ഇപ്പോഴുള്ള നായകളുടെ ഒരു 10-20% ഓരോ വർഷവും നമുക്ക് പിടിച്ച് ചെയ്യണം. അപ്പോഴേക്ക് തന്നെ അവയുടെ, നമുക്കറിയാം, ഒരു നായകളുടെ എണ്ണം ഒരു ടെറിട്ടറിയിൽ ഒരു സ്ഥലത്ത് കുറയുകയാണെങ്കിൽ, അവരുടെ എണ്ണം കുറയുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഭക്ഷ്യലഭ്യത ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോഴും പറയാം, നമുക്ക് മാലിന്യം ഒക്കെ കിട്ടുകയാണെങ്കിൽ അവയുടെ എണ്ണം വീണ്ടും അവരുടെ ജനന നിരക്ക് അവർ കൂട്ടിക്കൊണ്ട് നമ്മൾ ഈ ചെയ്തതൊക്കെ വെറുതെ ഈ വെള്ളത്തിൽ വരച്ച വര പോലെ ആവുകയാണ് ചെയ്യുക. കുറേ മാൻ പവർ, നമ്മുടെ കുറെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കേണ്ട പണം ഒക്കെ ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് പിരിച്ചുവിടുകയും നമ്മൾ എന്താണ് ചെയ്തത് ഒന്നും സംഭവിക്കാതെ നായകളുടെ എണ്ണം അതേപോലെ തുടരുകയും ചെയ്യും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ഈ ABC സെന്ററുകൾ ഈ നടപ്പിലായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ചെറുതായിട്ടെങ്കിലും നമുക്ക് അത് കാണണമെങ്കിൽ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ വകുപ്പുകളും, ആരോഗ്യം, മൃഗസംരക്ഷണം, കൃഷി, തദ്ദേശ സ്വയംഭരണം, ഇത്രയും വകുപ്പുകൾ ഒരു വലിയ ക്യാമ്പയിനായിട്ട് മുഴുവൻ റിസോഴ്സുകളെയും എന്ന് പറഞ്ഞതുപോലെ അതിലേക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ട്
പ്രായോഗികമായിരുന്ന രീതിയിൽ പരമാവധി എണ്ണത്തെ ഒരു സ്ഥലത്തുള്ള പരമാവധി എണ്ണത്തെ നമുക്ക് വളരെ പെട്ടെന്ന്, അതായത് അവയുടെ ഒരു ജസ്റ്റേഷൻ പീരീഡിന്റെ ആ ഒരു സമയം കഴിഞ്ഞ് അടുത്ത അവരുടെ ഈ ഹീറ്റ് ആകുന്നതിന് മുമ്പുള്ള ഒരു കാലത്തേക്കെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ചെയ്തുകൊണ്ട് കുറഞ്ഞ വർഷത്തിനുള്ളിൽ ചെയ്തെങ്കിൽ മാത്രമേ ഏതെങ്കിലും വിധത്തിൽ ഇതിലൊരു കുറവുണ്ടാവുള്ളൂ. രണ്ടാമത്താണ് നമ്മൾ പറയുന്നത് ഇപ്പൊ ലൈസൻസിങ് ഒക്കെ, അത് ഇനി വരാൻ പോകുന്നതാണ്. നമുക്ക് ഇനിയും വീണ്ടും തെരുവുകളിലേക്ക് വരുന്നതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അഡോപ്റ്റ് ചെയ്തവരോ അല്ലെങ്കിൽ പുതുതായിട്ട് ഈ പറഞ്ഞ കണ്ടമാനമുള്ള പെറ്റ് ഒരു ക്രൈസ് പോലെ ആൾക്കാർക്കുണ്ട്. പലതരത്തിലുള്ള വിദേശ ബ്രീഡുകള് വലിയ വില കൊടുത്തിട്ട് വാങ്ങുകയും അതിന്റെ ക്രൈസ് കഴിഞ്ഞ ഉടനെ തന്നെ പുറത്തു വിടുകയൊക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള നിയന്ത്രണം, ലൈസൻസിങ്, അവർക്ക് നല്ല ശിക്ഷകൾ കൊടുക്കല്, അവരെ പുറത്തേക്ക് വിടുന്നുണ്ട്, അതൊക്കെ നടപ്പിലാകണമെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു പാരാവാരം പോലെ കിടക്കുകയാണ് ഇപ്പോഴുള്ള തെരുവിലെ നായകള്. അവയെ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത്. അവയെ മുഴുവൻ നമുക്ക് ഏത് വിധത്തിൽ, അവയെ മുഴുവൻ കൊല്ലുക പ്രായോഗികമല്ല. നമുക്ക് അവയെ മുഴുവൻ ഷെൽട്ടറിലേക്ക് കൊണ്ടുപോവുകയും പ്രായോഗികമല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.